ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മൾ ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു വളയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് വൈറ്റ് കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സൂചി, സിൽക്ക് ത്രെഡ്, ഒരു ബാങ്കിൾ ബേസാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലൂ ആണ്, അത് ഫെവിക്രിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് ചുറ്റാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്കും പിന്നെ സിസേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോട്ട്ബുക്ക് എടുക്കാം. അതിലോട്ട് ഈ സിൽക്ക് ത്രെഡ് ഇങ്ങനെ നീളത്തിൽ ചുറ്റുകയാണ്. നമുക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് ചുറ്റാം. ഒരുപാട് കട്ടി ഇല്ലാതെ എടുക്കുന്നതായിരിക്കും നമുക്ക് ഈ വളയിൽ ചുറ്റിയെടുക്കാൻ എളുപ്പം. അപ്പോൾ അത് കുറച്ചൊരു 25-30 ചുറ്റിലാണ് ഞാനിവിടെ ചുറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ചുറ്റിയ ശേഷം നമുക്ക് ഈ നൂല് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന നൂല് ഒപ്പം പിടിക്കണം, അത് വിട്ടു പോകരുത്. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വലിച്ചു വിടാം. അപ്പോൾ എല്ലാം കൂടി ചേർന്നിരുന്നോളും. അതിനുശേഷം ബാങ്കിൾ എടുക്കുക. ബാങ്കിൾ ബേസ് എടുക്കുമ്പോൾ കുറച്ച് വീതിയുള്ള ടൈപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതായിരിക്കും നല്ലത്. ഇത് 2 എണ്ണത്തിന് 10 രൂപയാണ് ഒരു പെയറായിട്ട് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നത്. പഴയ ബാങ്കിൾസ് ഉണ്ടെങ്കിൽ റീയൂസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ബാങ്കിളാകുമ്പോൾ നമ്മൾ എടുക്കുന്ന മുത്തിൻ്റെ വലിപ്പം മുകളിൽ കവറാവുന്ന പോലെയുള്ള വീതിയുള്ള ബാങ്കിളായിരിക്കും ഭംഗിയുണ്ടാവുക. നമ്മൾ ചെറിയ മുത്തൊക്കെയാണ് മേലെ വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയ വള, വീതി കുറഞ്ഞ വളയും എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊരു 6 mm സൈസൊക്കെ വരുന്ന മുത്താണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വീതിയുള്ള ടൈപ്പ് വള എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ നൂല് ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നൂല് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ വേണ്ട, പക്ഷേ നീളം കുറച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഇത് മുഴുവൻ എങ്ങനെ ഒരുമിച്ച് ചുറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇടയിലെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിത് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം വേണം ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കാൻ. ഒട്ടിച്ച ശേഷം കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം അതിൻ്റെ വെച്ച് നോക്കിയിട്ട് എത്രത്തോളം ത്രെഡ് അവിടെ ആവശ്യമുണ്ടോ അത് കണക്കാക്കിയ ശേഷം കട്ട് ചെയ്ത് മാറ്റുക എക്സ്ട്രാ വരുന്ന നൂല്, എന്നിട്ട് നമുക്കിവിടെ ഒട്ടിക്കാം. അപ്പോൾ പിന്നെ അത് നീറ്റായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു സൂചി നൂല് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ സിൽക്ക് ത്രെഡ് തന്നെയാണ് കോർത്തിരിക്കുന്നത്. 2 വരിയായിട്ടാണ് നൂല് കോർത്തിരിക്കുന്നത്. അതിനുശേഷം മറ്റത്തൊരു കെട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുത്ത് കോർക്കാം. ആദ്യത്തെ മുത്ത് കോർത്ത ശേഷം ഈ നൂലിൻ്റെ അറ്റത്ത് കൂടെ ഇതുപോലെ ഇടയിലൂടെ എടുത്തിട്ട് നമുക്കിത് ലോക്കാക്കി വെക്കണം അവിടെ നൂല്. അപ്പോൾ മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്താൽ മതി, അവിടെ ലോക്കായി. അതിനുശേഷം നമുക്ക് മുത്ത് കോർക്കാം. ഈ വളയുടെ റൗണ്ട് കറക്റ്റായിട്ട് കവർ ചെയ്യുന്ന അത്രയും ലെങ്ത്താണ് നമുക്ക് മുത്തിൻ്റെ ആവശ്യം. അപ്പോൾ എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇടയ്ക്കെല്ലാം വെച്ച് നോക്കിയിട്ട് നമുക്കിത് മുത്ത് കോർത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു വള കവർ ചെയ്യുന്ന പോലെ നമ്മൾ മുഴുവനായിട്ട് കോർത്ത് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് മുത്തും നമ്മൾ ആദ്യത്തെ മുത്തിൽ ലോക്ക് ചെയ്ത പോലെ തന്നെ ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എടുത്തൊന്ന് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത ശേഷം 1-2 കെട്ടൊക്കെ ഇട്ട് അവിടെ ടൈറ്റ് ചെയ്ത് വെക്കാം. ഈ ലാസ്റ്റ് മുത്തിൽ കെട്ടിടുന്നതിന് പകരം നമുക്ക് ഏറ്റവും ആദ്യത്തെ മുത്തുണ്ടല്ലോ, ഫസ്റ്റ് കോർത്തിട്ട് മറ്റേ അടുത്ത മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്തിട്ടും കെട്ടിടാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കെട്ടിട്ട് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ വളയുടെ റൗണ്ടിൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ കിട്ടുന്ന പോലെ ആ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ കെട്ടിട്ട് ടൈറ്റ് ചെയ്ത ശേഷം എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ വളയുടെ മുകളിലൂടെ നമുക്ക് ഈ ഗ്ലൂ ആക്കാം. അപ്പോൾ ഈ ഫെവിക്രിൽ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഫെവിക്രിൽ മതിയാവും. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂ തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്കിപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്ന മുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. അപ്പോൾ ബാങ്കിൾ താഴെ വെച്ച ശേഷം ഈ കോർത്ത മുത്ത് അതിന് മുകളിലൂടെ കറക്റ്റായിട്ട് റൗണ്ടിൽ വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആവാതെ എടുത്തു പറഞ്ഞാൽ മുത്ത് കുറച്ച് വെയിറ്റ് ഉള്ള കാരണം ചിലപ്പോൾ വേഗം അത് ഊരി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്കിതിന് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഗ്ലൂ എല്ലാം ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല നീറ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറൊന്നും കാണില്ല. അതുകൊണ്ട് നല്ല ഗ്ലൂ നിറയെ ആക്കി ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡ്രൈ ആയി കഴിയുമ്പോൾ വീണ്ടും ഗ്ലൂ എടുത്തിട്ട് ഈ ബാങ്കിളിൻ്റെ ഉള്ളിൽ കുറച്ചാക്കിയ ശേഷം നമുക്കിതിന് മുകളിലൂടെ ചുറ്റാനുള്ള നൂല് അതിലോട്ട് ഒട്ടിക്കാം. ഇവിടെ ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ് സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഇത് ചുറ്റാൻ വേണ്ടിയിട്ട് ഒരു 50 സ്ട്രാൻഡെങ്കിലും ഇതുപോലെ ചുറ്റി എടുത്തത് നമുക്ക് യൂസ് ചെയ്യാം. കട്ടി കുറവായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മുകളിലൂടെ ചുറ്റുന്ന സമയത്ത് ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ ഈ നൂല് കാണുന്നത് കുറച്ച് കട്ടിയില്ലാതെ ചെറുതായിരിക്കും കാണുക. ഇപ്പം ഞാൻ ചുറ്റുന്നത് ഒരുപാട് കട്ടിയില്ലാതെ 25 സ്റ്റാൻഡൊക്കെ ചുറ്റിയെടുത്തതാണ്. ഞാനിത് മുഴുവൻ കഴിഞ്ഞ ശേഷം വീണ്ടും ഇതിന് മുകളിൽ കൂടെ ഒന്നുകൂടി ചുറ്റിയപ്പോഴാണ് കുറച്ചുകൂടി നല്ല കട്ടിയിൽ വന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഈ ഒരു പ്രാവശ്യം ചുറ്റുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ തന്നെ ഒരു 50 സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചുറ്റുന്ന സമയത്ത് നല്ല തിക്കായിട്ടിരുന്നോളും, കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിങ്ങനെ ചുറ്റുമ്പോൾ ഒരുപാട് വലിച്ച് നല്ല ടൈറ്റായിട്ട് ചുറ്റണ്ട, നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ഒരേപോലെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഒരുപാട് വലിച്ച് ടൈറ്റ് ചെയ്യേണ്ട, മുത്ത് കോർത്ത നൂല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പം നമ്മളിവിടെ മുഴുവൻ ചുറ്റിക്കഴിഞ്ഞു. ഇതാണ് കുറച്ച് നല്ല തിക്കായിട്ട് ചുറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണുമ്പോൾ നല്ല ഭംഗിയിലുള്ളത്. അപ്പോൾ നൂല് എത്രത്തോളം കൂടുതലെടുത്ത് ചുറ്റും അത്രയും ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ മുഴുവൻ ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് എത്രത്തോളം നൂല് വേണോ അത് വെച്ച് നോക്കി ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഗ്ലൂ ആക്കിയിട്ട് അതിന് മുകളിൽ ഇത് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ വള ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ തന്നെ കളർ മിക്സ് ചെയ്തിട്ടും ചെയ്യാം. പല കളർ നൂല് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഡ്രസ്സിന് മാച്ചായിട്ട് 2-3 കളറെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുത്താണെങ്കിലും കളർ മിക്സാക്കി യൂസ് ചെയ്യാം. വൈറ്റ് മാത്രമായിട്ട് വേണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ കളർ നമുക്ക് മിക്സാക്കിയിട്ട് കോർത്താൽ മതി. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറഞ്ഞാൽ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.